ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വാലിലേക്ക് സ്വാഗതം. ഞാൻ നാളത്തേക്കുള്ള ഇഡലിക്കാണ് ആട്ടിയെടുത്തത്. അപ്പോൾ ഞാൻ ഉഴുന്ന് ആട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നാണ് കലത്തിൽ ആട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉഴുന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരി ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. നാളത്തെ ഇഡലിക്കുള്ള മാവാണ്. നമുക്കിത് നന്നായിട്ട് എല്ലാം ഇടാം. അപ്പം ഞാൻ ഈ കലത്തിൽ തന്നെ എടുത്തത് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ പൊങ്ങി കളഞ്ഞു കളയും. അപ്പോൾ അല്പം വലിയ പാത്രം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ 2 ദിവസത്തേക്കാണ്. ഇപ്പം നാളെ ഇഡ്ഡലി വയ്ക്കും, അടുത്ത ദിവസം ദോശ ഉണ്ടാക്കും. അപ്പോൾ 2 ദിവസത്തേക്ക് ഒന്നിച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി രാവിലെ കാണാം. രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കണം. കോളേജിൽ പോകണം മോന്. കൊച്ചുമോന് DPharm പഠിക്കണം. അവന് കോളേജിൽ പോകണം. അപ്പോൾ 5 മണിക്ക് ഞാൻ എണീക്കും ചോറ് ഒക്കെ തയ്യാറാക്കാനേ. അപ്പം ശരി, നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പിലോട്ട് വെച്ചു. അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. ചോറ് അടുപ്പിലോട്ടുണ്ട്. പരിപ്പും സവാളയും പച്ചമുളക് ചീനിയമരിക്കയും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തിളച്ച് കൊടുക്കും. അപ്പോൾ ഇഡലിയും സാമ്പാറുമാണ്. സാമ്പാറിൻ്റെ പരിപ്പും അടുപ്പ് വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ പരിപ്പാണ് ഞാൻ അടുപ്പ് വെച്ചിരിക്കുന്നത്. പച്ചക്കറി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറും ഉഴുന്ന് പൊടി ചമ്മന്തി. അത് ഇഡലി ഞാൻ ആട്ടി വെച്ചിരുന്നു. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഊറ്റിയെടുക്കാം. ഇഡ്ഡലി തയ്യാറാക്കാനുള്ള പാത്രത്തിൽ വെള്ളം ചേർക്കണം. സാമ്പാർ പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇറക്കി വയ്ക്കാം. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും. എൽജിക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഡലി മാവ് കോരി വെച്ച് കൊടുക്കാം. അതുപോലെ ബാക്കിയും കൂടെ കോരി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡലി കോരി വെച്ചെടുത്താൽ അടച്ച് വെച്ച് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം തുറന്നിട്ട്. അപ്പോൾ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അരി വെച്ചിട്ടുള്ള ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില. അപ്പോൾ താളിച്ചെടുത്തിട്ട് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്കയും കൂടെ മെഴുക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക, സവാള, പച്ചമുളക്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട. വെണ്ടയ്ക്ക ഒന്ന് തുറന്ന് നോക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചായ ഇട്ട് കുടിച്ചാൽ എന്താ? അപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ മെഴുക്ക് വരട്ടിയുടെ സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ചായ തിളച്ച്. അപ്പോൾ എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം ചായ കുടിച്ചിട്ട് ബാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഡ്ഡലി, ഉഴുന്ന് ചമ്മന്തി, അതുപോലെ സാമ്പാർ, കട്ടൻ കാപ്പി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ കാപ്പി. ബാക്കി ഉച്ചത്തത് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് കൊണ്ടുപോകാനായിട്ട് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ചോറാണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തുള്ള ചോറ് റെഡിയായി. ചമ്മന്തി, മെഴുക്ക് വരട്ടി, മുട്ട. ഇതാണ് ഇന്നത്തെ അച്ചാർ. ഇതാണ് ഇന്നത്തെ
അപ്പോൾ 2 അയല മീനാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള കറിക്ക്. മീൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, മാങ്ങ, മുരിങ്ങക്ക, കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീനിൻ്റെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പ് തിളച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ മീൻ കറി നോക്കാം. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ചക്ക വെച്ചെടുക്കാം. ഞാൻ കുറച്ച് ചക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്ക വെച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചക്ക വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ ചക്ക ഒന്ന് നോക്കാം. ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി കറിവേപ്പില അരപ്പിൽ അരച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇട്ടു. ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. നല്ല വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ. അപ്പം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചക്കര സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ചക്ക റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, ചക്ക ഉടച്ച് വെച്ചത്, പിന്നെ നമ്മുടെ അയല മീൻ കറി. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.